കർണാടകയിലാണ് ഒരു ദീപാവലി ആഘോഷം അവിടുത്തെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയായിരുന്നു. അതൊരു വെറൈറ്റി പ്രതിഷേധമായതുകൊണ്ടാണ് വൈറലായത്. റോഡിലെ കുഴികളിലൂടെ യാത്ര ചെയ്ത് നടുവൊടിഞ്ഞവർ നടത്തിയ ഒരു പ്രതിഷേധമാണ്. ഒന്ന് കണ്ടുവരാം. ശ്രീധരനാണ് ബംഗളൂരുവിൽ നിന്ന് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ നമുക്കൊപ്പം ചേരുന്നത്. ശ്രീധരൻ, ഇതിപ്പോ നമ്മുടെ നാട്ടിൽ മാത്രമല്ലേ അല്ലേ, എല്ലായിടത്തെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണല്ലേ. ഇവിടെയാണെങ്കിൽ റോഡിലെ കുഴിയിൽ ആ വെള്ളത്തിൽ കിടന്ന് കുളിച്ചുകൊണ്ട് വരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇവിടെ ദീപം കത്തിച്ച്, ദീപാവലി സമയമാണ്, അതുകൊണ്ട് ദീപം കത്തിച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചൊക്കെയാണ് ഒരു വെറൈറ്റി ആയിട്ട് പ്രതിഷേധിച്ചത് അല്ലേ. സന്ധ്യ, ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് ഈ കുഴിയിൽ വാഴ നട്ട്, അതുപോലെ തന്നെ കുഴിയിൽ കുളിച്ച് അങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊക്കെ, വഞ്ചി ഇറക്കിയൊക്കെ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ ഒരു പടി കൂടി കടന്നാണ് ഈ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ ആഘോഷങ്ങൾ. ഈ ആഘോഷങ്ങളെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് മാറ്റുകയാണ് ചെയ്ത്. ജഗൽ നാഗണ്ണ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ നേതൃത്വത്തിലാണ് മാണ്ടിയിലെ KR പേട്ടിന് സമീപം ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ബംഗളൂരുവിലെ റോഡുകളെ സംബന്ധിച്ച് വലിയ കുഴികളെയൊക്കെ സംബന്ധിച്ച് വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. പല IT കമ്പനികളും ബംഗളൂരുവിൽ നിന്ന് പറിച്ച് നട്ടാലേ എന്നൊക്കെ ചിന്തിക്കുന്നൊരു അവസരമാണ്. അപ്പോഴാണ് ഔട്ടറായിട്ടുള്ള, കാരണം ബംഗളൂരുവിൻ്റെ ഔട്ടർ മേഖലയായിട്ടുള്ള അല്ലെങ്കിൽ മാണ്ഡ്യ ജില്ലയുടെ ഭാഗമായിട്ടുള്ള KR പേട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധം വരുന്നത്. റോഡിൽ നമ്മൾ ഈ ദീപാവലിക്ക് സന്ധ്യയ്ക്ക് ദീപമൊക്കെ കത്തിക്കാറുണ്ട്. ഈ കുഴിക്ക് ചുറ്റും ദീപങ്ങൾ കത്തിച്ചു വയ്ക്കുകയാണ്. അതിനുശേഷം വലിയൊരു മാലയൊക്കെ കൊണ്ടുവന്ന് ആ കുഴി അലങ്കരിക്കുന്നു. അങ്ങനെ ഒരു ദീപാവലി ആഘോഷം ഈ കുഴിക്ക് മുകളിൽ അല്ലെങ്കിൽ ആ കുഴിയുടെ അടുത്ത് നടത്തുകയാണ് ചെയ്തത്. ഇതൊക്കെ കണ്ടുകൊണ്ടെങ്കിലും ഭരണാധികാരികളുടെ ബുദ്ധി നേരെയാകുമോ എന്നുള്ളൊരു പ്രാർത്ഥന കൂടി അവർ നടത്തുന്നുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങൾ വല്ലാതെ പ്രചരിച്ചിട്ടുണ്ട്, വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. പൊതുഭാഷയിൽ പറഞ്ഞാൽ വൈറലായിട്ടുണ്ട്. ഈ വൈറലായത് ഈ പറയുന്ന അധികാരികളുടെ ഭാഗത്ത് എത്തുകയും അതിനൊരു നടപടി ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. ശരി ശ്രീധരൻ, എന്തായാലും നടപടി ഉണ്ടാകട്ടെ. ഈ റോഡിലെ കുഴി എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമല്ലല്ലേ. പലപ്പോഴും അപകടങ്ങളിൽ ജീവൻ പോലും നഷ്ടമാവാൻ ഈ കുഴികൾ കാരണമായിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ ആൾക്കാർ ഇങ്ങനെ പ്രതിഷേധിക്കുന്നു. ഇങ്ങനെ നടുവൊടിയുന്ന ഒരവസ്ഥ, കുഴിയിലൂടെ യാത്ര ചെയ്ത് നടുവൊടിയുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് ഇത്തരത്തിൽ ദീപാവലി ദിവസവും പ്രതിഷേധിക്കാനൊക്കെ ആൾക്കാർ തീരുമാനിച്ചത്. ശരി.